നമസ്കാരം. ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായി നമുക്ക് കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ പുണർദം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ പറയാം. ആദ്യം നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഏകദേശ സ്വഭാവം ഒന്ന് പറയാം. പ്രീത ക്രോധി മതിമാൻ, ദൃഷ്ടോ വാത്മി ഹേനക ശാസ്ത്രജ്ഞ, ബന്ധുരാം ഉപകാരി, പ്രാജ്ഞോ ധനവാൻ, സ്വതന്ത്രകഃ പുഷി. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സന്തോഷവും കോപവും ഉള്ളവരായും ബുദ്ധിമാന്മാരായിട്ടും നിർലജ്ജരായിട്ടും വാക്സാമർഥ്യവും അനേക ശാസ്ത്രങ്ങളിൽ ജ്ഞാനവും ഉള്ളവരായിട്ടും ബന്ധുക്കൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവരായിട്ടും അറിവുള്ളവരായിട്ടും ധനവാന്മാരായിട്ടും പൊതുവെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ടും ഭവിക്കും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 പൂയം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇത്. കർക്കിടകക്കൂറിൽ മാത്രമാണ് പൂയം നക്ഷത്രം ഉൾക്കൊള്ളുന്നത്. അതായത് മുഴു നക്ഷത്രം എന്നർത്ഥം. 12ാം ഭാവത്തിലും ജന്മരാശിയിലുമായിട്ടാണ് വ്യാഴത്തിന്റെ ഈ വർഷത്തെ സ്ഥിതി. 9ൽ ശനിയും 8മത്തിൽ രാഹുവും 2ൽ കേതുവുമാണ്. അതുകൊണ്ട് തന്നെ പ്രായണ അനുകൂലമല്ലാത്ത കാലമാണ് എന്ന് തന്നെ പറയണം. വിജയങ്ങളൊക്കെ കരസ്ഥമാകണമെങ്കിൽ അനായാസമായിട്ട് ഉണ്ടാകില്ല. കഠിനമായിട്ടുള്ള പരിശ്രമം ആവശ്യമായി വന്നേക്കാം. അതായത് പോരാട്ട വീര്യവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ് എന്നർത്ഥം. വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പോലും വളരെയധികം ത്യാഗങ്ങളും സമരങ്ങളും ചെയ്യേണ്ടതായി വന്നേക്കാം. സുഹൃത്തുക്കളൊക്കെ വഞ്ചിക്കുന്നു എന്ന തോന്നലും ഉണ്ടായേക്കാം. ചെയ്തു പോരുന്ന തൊഴിലിലൊക്കെ വളർച്ച ഒരു മുരടിക്കുന്ന അവസ്ഥയിലാകാം. അധികമായിട്ട് പുതിയ കാര്യങ്ങളിലൊക്കെ മുതൽ നിക്ഷേപിക്കുന്നത് ആലോചിച്ചു വേണം. ദൂരദിക്കുകളിലൊക്കെ വേർപെട്ട് കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ, തൊഴിൽ കാര്യങ്ങൾക്കായിട്ട് വേർപെട്ട് കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറയുന്നതുമാണ്. വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചെറിയ നേട്ടങ്ങളും ന്യായമായിട്ടുള്ള വരുമാനങ്ങളും ഒക്കെ ആശ്വാസമേകുന്നതുമാണ്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മേടം, ഇടവം എന്നീ മാസങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വ്യാഴത്തിന്റെ 4ാം ഭാവത്തിലേക്കുള്ള ദർശനം ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും നിലവിൽ രോഗങ്ങൾക്ക് ഉണ്ടായിരുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.